ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരിൽ ഇവിടുത്തെ കുറേ ഗാർഡനുകൾ, നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ല കണ്ടുള്ളൂ, ദാൽ ലേക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് നമുക്കിത് ലാസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഗാർഡനുകൾ, പാർക്കുകൾ അതൊക്കെ കറങ്ങാമെന്നാണ് ഗൈസ് നമ്മളെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഞങ്ങളിതാ ഒരു ഹോട്ടലിൽ കയറി ഗൈസ്, നല്ല ഹോട്ടലാട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ചായ വന്നു കേട്ടോ. ഒരു കപ്പ് വന്നു, പിന്നെ ഒരു ഫ്ലാസ്ക് വന്നു. അങ്ങനെ ചായ കുടിക്കുകയാണ് ഗൈസ്. ഞാൻ ചായ കുടിക്കില്ല, ഇമ്മും പിന്നെ താത്തയും മാത്രമേ പിന്നെ ഇപ്പം ചായ എടുക്കുള്ളൂ കേട്ടോ. പക്ഷേ ഓൽക്ക് രണ്ടാക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ മാത്രമേ ചായ, ഉമ്മക്ക് രാവിലെ എപ്പോഴും ചായ വേണം. അപ്പോൾ അതുകൊണ്ട് ചായ കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഗൈസ്. ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്, ഇത് പിന്നെ ദാലാണ്, പിന്നെ ആലു ജീര, പിന്നെ റൊട്ടി, എന്താ തവാ റൊട്ടിയോ അങ്ങനെ എന്തോ ഒരു സംഭവം, ആ സാധനമാണ് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. കാശ്മീരിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രക്കും അടിപൊളി ഇത്രക്കും ആസ്വദിച്ച് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചപ്പോഴാണ് ഗൈസ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് തുലിപ്പ് ഗാർഡൻ ഇപ്പോൾ ഇല്ലയെന്ന്, അടച്ചു, കാരണം തുലിപ്പൊക്കെ പോയി ഗൈസ്, അതിൻ്റെ സീസൺ അല്ലത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ പോകാമെന്ന്. അപ്പോൾ അവിടേക്ക് പോകാനാണ് ഗൈസ് നമ്മളിപ്പോഴത്തെ പ്ലാൻ. നമുക്ക് പോവാം. ബൊട്ടാണിക്കൽ ഗാർഡനോട്ടുള്ള യാത്രയാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങളിങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ നോക്കിയൊക്കെ പോകണം ഗൈസ്. കുറേ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഞങ്ങൾ നിന്ന ഹോട്ടലിൻ്റെ അവിടേക്ക് വരെ ഗൈസ് എത്തിച്ചു. പക്ഷെ അവസാനം ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നമുക്ക് കയറാം. നമ്മളിതാ ടിക്കറ്റ് എടുത്തു ഗൈസ്, നമുക്കിനി ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് കയറിയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, നമുക്ക് ഊട്ടിക്ക് പോയ വൈബൊക്കെയായിരുന്നു. ഇതാ അവിടെ ഫുൾ പൂവൊക്കെ തന്നെ ഉള്ളു ഗൈസ്, പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറി, ഇവനക്ക് ഇഷ്ടമായില്ല. അപ്പോൾ പാനിപൂരിയിൽ നിൽക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഇവൻ ചോദിക്കുകയാണ് ഗൈസ്, ഇതാണോ ഇതിനാണോ എന്നെ വിളിച്ചെത്തിയത്? കുറച്ച് വിവരം ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പാനിപൂരി വാങ്ങിത്തരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണത് ഗൈസ്. എല്ലാവരും ടൂറ് കഴിക്കാനാണ് എല്ലാവരും ടൂറ് കാണാനാണ് ആസ്വദിക്കാൻ ഒക്കെ ഇഷ്ടം. പക്ഷെ ഓര് ആസ്വദിക്കാനാണ് ഇഷ്ടം. എവിടെയൊക്കെ പീടിയുണ്ട് അവിടെ പോയാറുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം ബൊട്ടാനിക്കൽ ഗാർഡൻ ഗൈസ്. ഞങ്ങൾ ഇവിടെ തന്നെയൊക്കെ നിന്നുകാണ്ട് ഇങ്ങനെ കാണാം ഗൈസ്. നടക്കാൻ മടിയാണ്. ഇതായി നിൽക്കണ ഈ പ്രേതം ഞാനാണ് ഗൈസ്. അവിടെ ആകെ മൂട് പോയി നിൽക്കുകയാണ്. നടക്കണ്ടേ, പാർക്ക് പോയപ്പോൾ നടക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ആ മൂഡ് പോയാൽ. അതതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മൂഡ് ഓഫ്. ഇതാണ് ഗൈസ് ഈ ഗാർഡൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മൂഡ് ഓഫ്. ഇതാണോ, ഇതൊന്നും ഊട്ടിയല്ലേ എന്ന് എനിക്ക് തോന്നി. ഇതിലിപ്പോൾ ജമ്മു കാശ്മീർക്ക് വരണോ, ഊട്ടിക്ക് പോയാൽ പോരേനോ എന്ന് എനിക്ക് തോന്നി ഗൈസ്. നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തു. നമ്മൾ ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലൊക്കെ കയറി ഗൈസ്. ഇവിടെ നല്ല രസമുണ്ട് ഗൈസ്. മഞ്ഞൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല സീനറിയാണ് ഗൈസ്. എന്താ പച്ചപ്പൊക്കെ വന്നിട്ടുണ്ടോ. അപ്പോഴാണ് നമ്മളിവിടെ വേറെ സാധനം കാണുന്നത്. ഇതാ ഇവിടെ ഓലെ കാശ്മീരിയാളെ ഡ്രസ്സുകളില്ല, ഓലെ പഴയ ട്രഡീഷണൽ ഡ്രസ്സ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇടാം. നമുക്ക് ഫോട്ടോ എടുക്കാം. ഓല് ഫോട്ടോ എടുത്തിട്ടില്ല, നമുക്ക് ഫോട്ടോ എടുത്താൽ ഓല വേണമെങ്കിൽ നമുക്ക് ക്യാമറ വെച്ച് ഫോട്ടോ എടുത്ത്, ഓല ക്യാമറ ഇല്ല, നമ്മളെ ഫോൺ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, കുറേ പൂക്കളും മരങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമുക്ക് തന്നെ എന്നാൽ പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊക്കെ ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തെടുത്തു ഗൈസ്. അയാൾ പറഞ്ഞു ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തോളിന്ന് പറഞ്ഞു ഗൈസ്. ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ അയാൾ അത് മാച്ചില്ല, ഇത് മാച്ചില്ല എന്ന് പറഞ്ഞ് അയാൾ മാറ്റിച്ച് ലാസ്റ്റ് അയാൾ സെലക്ട് ചെയ്ത ഡ്രസ്സാട്ടോ ഗൈസ് ഞാൻ ഇട്ടത്. ഡ്രസ്സുണ്ട് ഗൈസ്, നമ്മൾ കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്.
അനി അയാൾ പറഞ്ഞു ഫോട്ടോ എടുത്തോളിന്ന്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾക്ക് അറിയില്ലേന് ഗൈസ്. ഞങ്ങൾ ഇത്രയും നേരം വിചാരിച്ചത് അയാൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരുമെന്നാണ് ഗൈസ്. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ തന്നെ ഫോട്ടോ എടുക്കണമെന്ന് ഗൈസ്. ഈ വീഡിയോ ഒക്കെ ഞാൻ താത്താൻ്റെ ഫോണിൽ നിന്നാണ് ഗൈസ് എടുത്തത്. അപ്പോൾ പിന്നെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്കിന് ഗൈസ് ഇതിൻ്റെ ക്ലാരിറ്റി ഒക്കെ പോയി. അതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഗൈസ് കണ്ടത്. നിങ്ങളൊന്ന് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതാ ഞങ്ങൾ വന്നിട്ട് 4 ദിവസമായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏപ്രിൽ 30 കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഫീൽ ആയിട്ടില്ല ഗൈസ്. പ്രത്യേകിച്ച് പ്രശ്നവും ഇല്ല. ഞങ്ങൾ ഇന്നലെ സോൺമാർഗിക്ക് പോയി, ഗുൽമാർഗിക്ക് പോയി. ഇവിടേക്കൊക്കെ പോയിട്ടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പേഴ്സണലി ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. പോലീസാണെങ്കിലും മിലിറ്ററി ആണെങ്കിലും ആരാണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യുന്നു ഗൈസ്. ഞങ്ങളോട് പേടിക്കണ്ട, ഇവിടെ ഒന്നുമില്ല അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞൊക്കെയാണ് ഗൈസ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ. ഇന്ന് ഞങ്ങൾ പോകാൻ പോണത് പെഹൽഗാമക്കാണ്. പ്രത്യേകിച്ച് അവിടെ പ്രശ്നമില്ല എന്നാണ് ഇവിടുത്തവരൊക്കെ പറയണത്. അവിടെ പോയാലേ നമുക്ക് അറിയുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പെഹൽഗാം വിശേഷങ്ങൾ അറിയണമെങ്കിൽ ഈ പെഹൽഗാം വീഡിയോ ഉടനെ വരുന്നതാണ് ഗൈസ്, നിങ്ങൾ കാണണം. അങ്ങനെ ഗൈസ് നമ്മൾ ആ ദുരന്തം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പായി ഗൈസ്. ഞങ്ങൾ അത് ഫുള്ള് നടന്നിട്ടൊന്നുമില്ല ഗൈസ്. ഞങ്ങളെല്ലാവരും ജന്മന മടിയന്മാരാണ് ഗൈസ്. നിന്നായാലും എൻ്റെ അനിയനായാലും എൻ്റെ താത്തയായാലും ഞാനായാലും ഞങ്ങളെല്ലാവരും മടിയന്മാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.